നമ്മൾ മനുഷ്യന്മാരുടെ മനസ്സിൽ എല്ലായ്പ്പോഴും രണ്ട് ചെന്നായ്ക്കൾ തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏത് ചെന്നായി ജയിക്കുക? മൻസൂർ 60 ദിവസം. ഒന്നാമത്തെ ചെന്നായ അത് ദേഷ്യം, പ്രതികാരം, ദ്രോഹം, വഞ്ചന, അസൂയ, കുശുമ്പ്, മടി, അലസത, ആത്മവിശ്വാസമില്ലായ്മ, ഇതൊക്കെ കൂടി ചേർന്ന ഒന്നാമത്തെ ചെന്നായ. നിതാന്ത പരിശ്രമം, ആത്മധൈര്യം, കരുണ, സ്നേഹം, പ്രേമം, ആനന്ദം, ഉത്സാഹം, നിസ്വാർത്ഥത, അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം കൂടി ചേർന്ന രണ്ടാമത്തെ ചെന്നായി. ഒന്നാമത്തെ ചെന്നായും രണ്ടാമത്തെ ചെന്നായും തമ്മിൽ ഉള്ള സംഘർഷം, യുദ്ധം നമ്മുടെ മനസ്സിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ. ഇതിൽ ഏത് ചെന്നായാണ് ജയിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയ. ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ? കിട്ടിയോ? രണ്ടാമത്തെയാ? നോ, പറയൂ, ഒന്നുകൂടി ആലോചിക്കൂ. ഒന്നാമത്തെയാ? അതുമല്ല. അതെങ്ങനെ ശരിയാകും? ഏതെങ്കിലും ഒന്ന് ജയിച്ചല്ലേ പറ്റൂ. ആലോചിക്കൂ. ഉത്തരമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആ ചെന്നായകളിൽ ഏതാണ് ജയിക്കുക, അതാണ് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. കിട്ടിയോ? എന്നാ പറയട്ടെ, ഏത് ചെന്നായക്കാണോ നിങ്ങൾ തീറ്റ കൊടുക്കുന്നത്, ഏത് ചെന്നായാണോ നിങ്ങൾ പരിപാലിച്ച് പോറ്റി വളർത്തുന്നത്, ആ ചെന്നായ ആയിരിക്കും ജയിക്കുക. ഇനി ഒന്ന് സ്വന്തം മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കൂ. നമ്മൾ ഈ രണ്ടെണ്ണത്തിൽ ഏത് ചെന്നായിക്കാണ് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതനുസരിച്ചാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഥയുടെ വിശദീകരണം കൂടുതലൊന്നും പറയുന്നില്ല.